ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഊണിൻ്റെ പ്രിപ്പറേഷൻ എന്നെ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു. ഞാൻ പയറ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വേഗം 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 ചെയ്യുക. എങ്ങനെ അടുക്കളയിൽ നിന്ന് കാത്തിരിക്കാവുന്ന ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച ശേഷമാണ് വേഗം വീഡിയോ എടുത്തത്. കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി, അതൊക്കെ വലിയ വലിയ ഉള്ളികളാണ്, ചെറുതിൻ്റെ ഇട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റും. കുറച്ച് നല്ലൊരു മണം വരും വെളുത്തുള്ളിയുടെ. പയർ മെഴുക്ക് പുരട്ടിയിട്ട് ഉണ്ടാക്കുമ്പോഴേ വെളുത്തുള്ളി ഇട്ടാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനെപ്പോഴും ഉള്ളി മുളക് എപ്പോഴും അരച്ച് വെക്കുന്നതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇത്തിരി ഇതിൽ ആഡ് ചെയ്തത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അരച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ വിചാരിച്ചു ഇന്ന് അത് ഇടാമെന്ന്. പച്ചമുളക് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് ഇടുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ഇട്ട് വഴറ്റിയ ശേഷം ഞാൻ എൻ്റെ പയറ് മുറിച്ചത് മെഴുക്ക് വരട്ടിക്ക് ഇട്ടു. ഇനി അതിനെ കുറച്ച് നന്നായി വഴറ്റിയ ശേഷം കുറച്ചൊന്നിങ്ങനെ എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടേ ഒന്ന് വഴറ്റി, എന്നിട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് കൂടെ ലേശം ഉപ്പ്, ആ ഉള്ളിയും മുളക് അരച്ചതിൽ ഉപ്പുണ്ട്, ഉപ്പിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചു. വെള്ളം ഒരു 3/4 കപ്പ് ഇത് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം വിചാരിച്ചു. അടച്ച് വെച്ചിട്ട് മെല്ലെ സിമ്മിൽ അതിരുന്ന് അവിടെ ആവട്ടെ. അപ്പോൾ ഇപ്പം ഞാനതിനെ ഒന്ന് അടച്ച് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയാം, അടുത്ത കറിക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് ഞാൻ ഫിഷ് കറി വെക്കുന്നതുകൊണ്ട് ഈ തക്കാളി ഇട്ടിട്ട് വഴറ്റുമ്പോൾ കുറേ സമയം പിടിക്കും. എനിക്കതിനൊന്നും ക്ഷമയില്ല. അപ്പം ഞാൻ ഈ തക്കാളിയിൽ ഒരു എണ്ണ ഒഴിച്ചിട്ട് അതിന് ഞാൻ 1 മിനിറ്റ് ഓവനിൽ വെക്കണം. കണ്ടോ, എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് വെച്ച് അത് നന്നായി വെന്ത് വരും. അതിൻ്റെ കൂടെ എൻ്റെ ഈ ഉപ്പേരി ആയോ എന്ന് നോക്കട്ടെ. ഉപ്പേരിത്തെ വെള്ളമൊക്കെ വറ്റി, ഇപ്പം അതിനൊന്ന് നീര് വലിഞ്ഞ് വരണം. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് മുരിയട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ചട്ടി വെച്ചു. ഈ ചട്ടി എടുത്തപ്പോഴാണ് അതിൻ്റെ സൈഡ് അങ്ങനെ കയ്യിലേക്ക് പൊട്ടി വന്നു, ചെറിയൊരു കഷ്ണം പോട്ടെ, അതിൻ്റെ പിടി. ഇനിയിപ്പോൾ വെച്ചു. എന്നിട്ട് ഞാൻ അതിൽ നല്ല വലിയൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് ഒഴിച്ചു. എന്നിട്ട് വളരെ നന്നായി ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരാനുള്ള ക്ഷമയുണ്ടോയെന്നറിയില്ല, ചൂടായോയെന്നറിയില്ല. എന്തായാലും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നല്ല പൊടിയായി മുറിച്ചത് ഞാൻ ഇടുകയാണ്. കണ്ടു, പോരാ, എണ്ണ ചൂടായത് പോരാ. ആവും എന്തായാലും. അപ്പോൾ അത് അവിടെ കിടന്ന് ചൂടായിട്ടാവട്ടെ. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യാൻ പോകണം. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അറിയോ? ഈ ചെറിയ ഉള്ളി എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ കിട്ടുന്നതൊക്കെ എനിക്ക് വലിയ വലിയ ഉള്ളി അവിടെ, ചെറിയ ഉള്ളിയുടെ വലുത്. അപ്പോൾ ഞാനിനി അത് പച്ചമുളക് എല്ലാം ആഡ് ചെയ്യാൻ പോണ്. പച്ചമുളക് 2 എണ്ണം കീറിയിട്ടു. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചെറിയ ഉള്ളി വെറുതെ ഒന്ന് നന്നായി കീറിയിരിക്കുകയാണ്. പൊടിയെ മുറിച്ചിരിക്കുകയൊന്നുമല്ല, നന്നായിട്ട് അതിന് സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ലൊരു മണം വരും എല്ലാം കൂടി ഇടുമ്പോൾ. ഇനിയാണ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക. മുളക് പൊടി ഇടുന്നില്ല, അതേമാതിരി കുറച്ച് ഉള്ളി മുളക് അരച്ചതാണ് ഇടാൻ പോണത്. അപ്പം ഞാനിനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കറിവേപ്പില ഇടുക. കറിവേപ്പില എടുത്ത് വെച്ചത് ഇടാൻ മറന്നു. അപ്പോൾ വേഗം കറിവേപ്പില ഇട്ട് നല്ല അടിപൊളി മണമാണ് വരെ കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിയുമ്പോഴേ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടൊന്ന് വറുത്ത് നോക്കുക എണ്ണയിൽ. നല്ല മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും ഉള്ളിയുടെയൊക്കെ മണം കൂടി നല്ലൊരു മണമാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വഴട്ടുക. കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ ഇനിയാണ് ഞാൻ എന്താ ഇടാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിയും മുളകും അരച്ചതാണ് ഇടാൻ പോകുന്നത്. അതിന് മുമ്പ് മല്ലിപ്പൊടി ഞാൻ കുറച്ച് കുഴച്ച് വെച്ചിരുന്നു. ഉള്ളിയും മുളകും ഞാൻ വഴറ്റിയതാണ്. അപ്പോൾ ഇത് ആദ്യം വഴണോട്ടെ എന്ന് വിചാരിച്ചിട്ട് മല്ലിപ്പൊടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോട്ടെ. എന്നിട്ട് ഉള്ളിയും മുളകും ആഡ് ചെയ്യുക.
അപ്പോൾ മല്ലി മിക്സ് ചെയ്തതിന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ മണമൊന്ന് നന്നായി പിടിച്ച് വരട്ടെ. എന്നിട്ടാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകണം. പക്ഷേ മല്ലി ഒന്ന് നന്നായി മിക്സായിട്ട് നല്ലൊരു ബ്രൗൺ നിറമായി വരുന്ന ശേഷം ഞാൻ ഉള്ളിയും മുളകും അരച്ചതിടുകയാണ്. എന്താ പറയുക, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി എരിവ് മതിയായില്ലെങ്കിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യേണ്ടി വരും. കറിയിൽ എരിവില്ലെങ്കിൽ നന്നായിരിക്കില്ല, ഫിഷ് കറിയിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ എരിവ് പോരാ, മുളക് പൊടി ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കാൻ. ഇനി അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഈ ഓവനിൽ സ്റ്റീം ചെയ്ത തക്കാളി ആഡ് ചെയ്യണം. ഇപ്പോൾ കണ്ടു, ആ 1 മിനിറ്റ് വയ്ക്കുമ്പോൾ ആ തക്കാളി അങ്ങനെ സോഫ്റ്റായി. ഇനി അതിൽ കിടന്നിട്ട് എനിക്ക് പച്ച തക്കാളി ഇടുമ്പോൾ കുറേ നേരം വഴറ്റേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം അത് വെന്ത് കണ്ടു. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. 1 മിനിറ്റ് ഒരു തക്കാളി വലുതായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് ഓവനിൽ വെച്ച് പൈന് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇതൊക്കെ വേഗം കറിയുടെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഈ തക്കാളിയുടെ പുളി പോരാ. അപ്പം ഞാൻ കുറച്ച് പുളി നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് ഞാനിതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തക്കാളി ഒന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർക്കാം. അത് നോക്കിയിട്ട് ഞാൻ ഒഴിക്കുള്ളൂ. പുളിവെള്ളം മുഴുവനായിട്ട് ചിലപ്പോൾ ഒഴിച്ചു എന്ന് വരില്ല. അപ്പം ഇത്ര മതി. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും, എന്നാലേ ഗ്രേവി കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. ഈ തിളച്ച് വരുന്ന സമയത്ത് നന്നായി ഒന്ന് തിളച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഫിഷ് പീസസ്, ഞാൻ കുറച്ച് ഇടത്തരം മത്തിയാണ്, നല്ല മുട്ടയുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ റിമൂവ് ചെയ്തു, മുട്ട അതിൻ്റെ കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എല്ലാത്തിനെയും 2 ആക്കി. ഇപ്പോൾ ഒരു 10 മത്തിയിട്ട് ഉണ്ടാവും ഇതിൽ. അതിനെയൊക്കെ ഞാൻ 2 ആക്കിയിട്ട് ഇട്ടു. എന്നിട്ട് ഒരുപാട് ഇളക്കില്ല, ശരിക്കും ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചാൽ മതി. എങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് അതിലൊക്കെ ഇളക്കിയിട്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്തു. നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ, നല്ല കുറുകിയിരിക്കും കറി കുറച്ച് കേട്ടോ. അപ്പോൾ ഇതും കൂടിയൊക്കെ ആയി ഞാൻ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്തിട്ട് ലാസ്റ്റായിട്ട് കറിവേപ്പില വിട്ടിട്ട് ഞാൻ അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉലുവപ്പൊടി ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതും ചേർക്കണം. വളരെ നോക്കിയിട്ട് വേണം ചേർക്കാൻ, കശപ്പ് കൂടരുത്. എന്നിട്ട് അതിനെ അങ്ങനെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ അതിനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറിയായി. ഇനി അടുത്തത് ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് ഉണ്ണാനുള്ള പുറപ്പാടാണ്. എന്തായാലും ചൂടോടെ എല്ലാം റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഞാൻ എല്ലാം വിളമ്പുന്നത് കണ്ടോളി. എൻ്റെ കൂടെ നിങ്ങൾ ഊണ് കഴിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ. ആദ്യം ചോറ് വിളമ്പി, കുറച്ച് ചോറ് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കുറച്ച് ചോറ് വിളമ്പി ഒരു ചട്ടുകം. പിന്നെ എൻ്റെ ഫിഷ് കറി, നല്ല ചൂടോടെ എല്ലാം കഴിക്കാമല്ലോ. ഫിഷ് കറി വിളമ്പി, പിന്നെയാണ് പയറ് മെഴുക്ക് വരട്ടി, അതും വിളമ്പി. പിന്നെ ഞാൻ ഈ കൊള്ളില്ലേ, അത് വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് തോരനാക്കി, അതുകൊണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില തൊക്ക്, പിന്നെന്താണ് കറിവേപ്പില തൊക്കും, പിന്നെ കുറച്ച് തൈര്. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരിക. എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ഫ്രം സുധ.